PSC പോസിറ്റീവ് പോയിന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ബാങ്കിങ്ങിൽ നിന്നും നാലാമത്തെ മൊഡ്യൂളിലെ ന്യൂ ജനറേഷൻ ബാങ്ക്സ്, ലോക്കൽ ഏരിയ ബാങ്ക്സ്, മെർജേഴ്സ് ഇൻ ബാങ്കിങ് സെക്ടർ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ആദ്യം ന്യൂ ജനറേഷൻ ബാങ്ക്സ്. ബാങ്കുകളുടെ ഡെവലപ്മെൻറ്റ് 3 കാലഘട്ടങ്ങളായി തരംതിരിക്കാം. 1770 മുതൽ 1969 വരെ, 1969 മുതൽ 1991 വരെ, 1991 മുതലുള്ള കാലഘട്ടം. 1770 നമുക്കറിയാം, ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്കായ ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ നിലവിൽ വന്ന വർഷമാണ്. 1969 നമുക്കറിയാം, ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ദേശസാൽക്കരണം നടന്ന വർഷമാണ്. 1770 മുതൽ 1969 വരെയുള്ള കാലഘട്ടമാണ് ഫസ്റ്റ് സ്റ്റേജ്. 1969 മുതൽ 1991 വരെയുള്ള കാലഘട്ടം സെക്കൻഡ് സ്റ്റേജ്. സെക്കൻഡ് സ്റ്റേജിലാണ് 2 ബാങ്ക് നാഷണലൈസേഷനും നടക്കുന്നത്. 1969 ഫസ്റ്റ് ബാങ്ക് നാഷണലൈസേഷൻ, 1980 സെക്കൻഡ് ബാങ്ക് നാഷണലൈസേഷൻ. ഇത് രണ്ടും നടക്കുന്നത് സെക്കൻഡ് ഫേസിലാണ്. മൂന്നാമത്തെ ഫേസ് 1991 മുതലുള്ള കാലഘട്ടമാണ്. 1991 ശേഷം നിലവിൽ വന്ന ബാങ്കുകളാണ് ന്യൂ ജനറേഷൻ ബാങ്ക്സ് എന്ന് പറയുന്നത്. അതായത് പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളെ രണ്ടായി തരംതിരിക്കാം: ഓൾഡ് ജനറേഷൻ ബാങ്ക്സ് ആൻഡ് ന്യൂ ജനറേഷൻ ബാങ്ക്സ്. ഓൾഡ് ജനറേഷൻ ബാങ്ക്സ് എന്ന് വെച്ചാൽ ഒന്നാമത്തെ ബാങ്ക് ദേശസാൽക്കരണത്തിലും രണ്ടാം ബാങ്ക് ദേശസാൽക്കരണത്തിലും പെടാത്ത ബാങ്കുകളാണ് ഓൾഡ് ജനറേഷൻ ബാങ്കുകൾ. ഫെഡറൽ ബാങ്ക്, കാത്തലിക് സിറിയൻ ബാങ്ക്, ബാങ്ക് ഓഫ് രാജസ്ഥാൻ, ധനലക്ഷ്മി ബാങ്ക്, ലക്ഷ്മി വിലാസ് ബാങ്ക്, കർണാടക ബാങ്ക്, സിറ്റി യൂണിയൻ ബാങ്ക്, ജമ്മു ആൻഡ് കാശ്മീർ ബാങ്ക്, കരൂർ വ്യസ്യ ബാങ്ക്, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, ഇതെല്ലാം ഓൾഡ് ജനറേഷൻ ബാങ്കുകൾക്ക് ഉദാഹരണങ്ങളാണ്. ന്യൂ ജനറേഷൻ ബാങ്കുകൾ 1991 ശേഷം ഫോം ചെയ്ത ബാങ്കുകളാണ്. HDFC was the first bank to get a license to open a bank branch under New Generation Banks. ന്യൂ ജനറേഷൻ ബാങ്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടി ലൈസൻസ് എടുത്ത ആദ്യത്തെ ബാങ്കാണ് HDFC ബാങ്ക്. എന്നാൽ ICICI ബാങ്ക് ഓപ്പൺഡ് ഇറ്റ്സ് ഫസ്റ്റ് ബ്രാഞ്ച് ഇൻ ദ കൺട്രി. ആദ്യമായി ന്യൂ ജനറേഷൻ ബാങ്കിൻ്റെ ബ്രാഞ്ച് ഓപ്പൺ ചെയ്ത ബാങ്ക് ICICI ആണ്. ആദ്യം ലൈസൻസ് എടുത്തത് HDFC ആണെങ്കിലും സ്റ്റാർട്ട് ചെയ്തത് ICICI ആണ്. HDFC വാസ് ദ ഫസ്റ്റ് ബാങ്ക് ടു ഗെറ്റ് എ ലൈസൻസ് ടു ഓപ്പൺ എ ബാങ്ക് ബ്രാഞ്ച് അണ്ടർ ന്യൂ ജനറേഷൻ ബാങ്ക്സ്. ഹൗവർ ICICI ബാങ്ക് ഓപ്പൺ ഇറ്റ്സ് ഫസ്റ്റ് ബ്രാഞ്ച് ഇൻ ദ കൺട്രി. 1993 ന്യൂ ജനറേഷൻ ബാങ്ക്സിന് വേണ്ടിയുള്ള ഒരു ഗൈഡ് ലൈൻസ് RBI ഇഷ്യൂ ചെയ്യുന്നത്. ന്യൂ ജനറേഷൻ ബാങ്കുകൾ ഫോം ചെയ്യുന്നതിനുള്ള മിനിമം ക്യാപിറ്റൽ എന്ന് പറയുന്നത് 200 കോടിയാണ്. ദ ന്യൂ ജനറേഷൻ ബാങ്ക്സ് വെയർ സെറ്റപ്പ് വിത്ത് എ മിനിമം നെറ്റ് വർത്ത് ഓഫ് 200 crores. ന്യൂ ജനറേഷൻ ബാങ്കുകൾക്ക് ഉദാഹരണങ്ങൾ: ആക്സിസ് ബാങ്ക്. ഓരോന്നും നിലവിൽ വന്ന വർഷവും ഹെഡ്ക്വാർട്ടേഴ്സും പഠിച്ചു പോകാം. ആക്സിസ് ബാങ്ക് നിലവിൽ വന്നത് 1994 ഹെഡ്ക്വാർട്ടേഴ്സ് മുംബൈ. HDFC 1994 ഇൻകോർപ്പറേറ്റ് ചെയ്തു, ഹെഡ്ക്വാർട്ടേഴ്സ് മുംബൈയാണ്. ചില ബുക്കിൽ 1995 എന്ന് കാണാം. അത് ബാങ്കിങ് ലൈസൻസ് എടുത്ത വർഷമാണ്. 94 ഇൻകോർപ്പറേറ്റ് ചെയ്തത്. ICICI ബാങ്ക് 1994 തന്നെയാണ് ഫോം ചെയ്തത്, ഹെഡ്ക്വാർട്ടേഴ്സ് മുംബൈ. ഇൻഡസ് ഇൻഡ് ബാങ്ക് 1994, ഹെഡ്ക്വാർട്ടേഴ്സ് മുംബൈ. കോട്ടക് മഹീന്ദ്ര ബാങ്ക് 2003, ഹെഡ്ക്വാർട്ടേഴ്സ് മുംബൈ. ഡെവലപ്മെൻറ്റ് ക്രെഡിറ്റ് ബാങ്ക് 1995 ഫോം ചെയ്തതാണ്. യെസ് ബാങ്ക് 2005 ഫോം ചെയ്തു, ഹെഡ്ക്വാർട്ടേഴ്സ് മുംബൈ. ലാബ്, ലോക്കൽ ഏരിയ ബാങ്ക്സ്. ലാബ് സെറ്റപ്പ് ചെയ്തത് 1996 ആസ് പെർ ഗവൺമെൻറ് സ്കീം അനൗൺസ്ഡ് ഇൻ ഓഗസ്റ്റ് 1996. 1996 ഓഗസ്റ്റിൽ ഇന്ത്യ ഗവൺമെൻറ് അനൗൺസ് ചെയ്ത സ്കീമാണ് ലാബ് അല്ലെങ്കിൽ ലോക്കൽ ഏരിയ ബാങ്ക്സ്. ഇത് സെറ്റപ്പ് ചെയ്തത് 1996. പ്രാദേശിക ഭാഗങ്ങളിലേക്ക് ആവശ്യമുള്ള ക്രെഡിറ്റ് കൊടുക്കുന്നതിനും
റൂറൽ സെമി അർബൻ സേവിങ്സ് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് ലോക്കൽ ഏരിയ ബാങ്ക്സ് അല്ലെങ്കിൽ ലാബ് സെറ്റപ്പ് ചെയ്തത്. ലാബ് രജിസ്റ്റേർഡ് ആസ് എ പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആസ് പെർ ഇന്ത്യൻ കമ്പനീസ് ആക്ട് 1956. ഇന്ത്യൻ കമ്പനീസ് ആക്ട് 1956 പ്രകാരം ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയായിട്ടാണ് ലാബ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്നാൽ ബാങ്കിംഗ് ലൈസൻസ് കൊടുക്കുന്നത് BR ആക്ടിൻ്റെ സെക്ഷൻ 22 ആണ്. ലാബ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ കമ്പനീസ് ആക്ട് പ്രകാരവും ലാബിന് ലൈസൻസ് കൊടുക്കുന്നത് ബാങ്കിംഗ് റെഗുലേഷൻ ആക്റ്റുമാണ്. ഈ ലോക്കൽ ഏരിയ ബാങ്ക്സ് അല്ലെങ്കിൽ ലാബ് എന്ന് പറയുന്നത് നോൺ ഷെഡ്യൂൾഡ് ബാങ്കുകളാണ്. എന്നാൽ ഷെഡ്യൂൾഡ് ബാങ്കുകളാവാനുള്ള എലിജിബിലിറ്റിയും ഇവയ്ക്കുണ്ടാവും. അതായത് നമുക്കറിയാം, ഷെഡ്യൂൾഡ് ബാങ്കുകൾ എന്ന് പറഞ്ഞാൽ RBI ആക്ടിൻ്റെ സെക്കൻഡ് ഷെഡ്യൂളിൽ ഉൾപ്പെടുന്ന ബാങ്കുകളാണ്. ലോക്കൽ ഏരിയ ബാങ്കുകൾ RBI ആക്ടിൻ്റെ സെക്കൻഡ് ഷെഡ്യൂളിൽ ഉൾപ്പെടാൻ യോഗ്യതയുണ്ടായിട്ടും ഉൾപ്പെടാത്ത ബാങ്കുകളാണ്, അതായത് നോൺ ഷെഡ്യൂൾഡ് ബാങ്കുകളാണ്. ഇനി ഫീച്ചേഴ്സ് നോക്കാം. ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് മാക്സിമം 3 കണ്ടിന്യൂസ് ഡിസ്ട്രിക്റ്റ് ആണ്. അതായത് നിയറസ്റ്റ് ആയിട്ടുള്ള അടുത്തടുത്തുള്ള 3 ജില്ലകളാണ്, മാക്സിമം 3 ജില്ലകളാണ് ഈ ബാങ്കിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ. മിനിമം പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ 5 കോടിയാണ്. ലോക്കൽ ഏരിയ ബാങ്ക്സിൻ്റെ മിനിമം പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ 5 കോടി. ഇതിൽ പ്രൊമോട്ടേഴ്സിൻ്റെ കോൺട്രിബ്യൂഷൻ 40% കൂടരുത്. പ്രൊമോട്ടേഴ്സിൻ്റെ കോൺട്രിബ്യൂഷൻ 40%, ബാക്കി ഷെയർ ഇഷ്യൂ ചെയ്തുമാണ് ഷെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. CAR ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോ 8% ആയിരിക്കണം. 8% ഓഫ് റിസ്ക് വെയ്റ്റഡ് അസറ്റ്. ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോ 8% മെയിൻറ്റെയിൻ ചെയ്യണം. അതായത് ഹൈ റിസ്കിൽ ലോൺ കൊടുത്താലും ആ റിസ്ക് കവർ ചെയ്യാൻ ആവശ്യമായ ക്യാപിറ്റൽ ബാങ്കിനുണ്ടായിരിക്കണം. അടുത്തത് ഗിവിംഗ് 40% ഓഫ് നെറ്റ് ബാങ്ക് ക്രെഡിറ്റ് ടു പ്രയോറിറ്റി സെക്ടർ. അഗ്രികൾച്ചർ, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്, എക്സ്പോർട്ട് തുടങ്ങിയ പ്രയോറിറ്റി സെക്ടറിന് നെറ്റ് ബാങ്ക് ക്രെഡിറ്റിൻ്റെ ആകെ ക്രെഡിറ്റിൻ്റെ 40% കൊടുക്കണം. ലോക്കൽ ഏരിയ ബാങ്കുകളുടെ പ്രവർത്തനം റിവ്യൂ ചെയ്യുന്നതിന് വേണ്ടി രാമചന്ദ്രൻ്റെ ചെയർമാൻഷിപ്പിൽ ഒരു റിവ്യൂ ഗ്രൂപ്പ് വന്നത് 2002 2002 RBI റിവ്യൂ ഗ്രൂപ്പ് വന്നു അണ്ടർ ദ ചെയർമാൻഷിപ്പ് ഓഫ് രാമചന്ദ്രൻ. 2014 ലോക്കൽ ഏരിയ ബാങ്കുകളെ സ്മോൾ ഫിനാൻസ് ബാങ്കുകളിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള പെർമിഷൻ RBI കൊടുത്തു. ഇൻ 2014 RBI പെർമിറ്റഡ് ടു കൺവേർട്ട് ലോക്കൽ ഏരിയ ബാങ്ക്സ് ഇൻറ്റു സ്മോൾ ഫിനാൻസ് ബാങ്ക്. സ്മോൾ ഫിനാൻസ് ബാങ്ക് നമുക്ക് പഠിക്കാനുണ്ട്, അത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. 2019 വരെയുള്ള കണക്കെടുത്ത് നോക്കിയാൽ 4 ലോക്കൽ ഏരിയ ബാങ്കുകളാണ് ഇന്ത്യയിലുള്ളത്. അതേതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് കോസ്റ്റൽ ലോക്കൽ ഏരിയ ബാങ്ക് ലിമിറ്റഡ്. 1999 ഡിസംബർ 27 ഫോം ചെയ്ത ഈ ബാങ്ക് ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിലാണ് സ്ഥിതി ചെയ്യുന്നത്. രണ്ടാമത്തേത് ക്യാപിറ്റൽ ലോക്കൽ ഏരിയ ബാങ്ക് ലിമിറ്റഡ്. ഇത് പഞ്ചാബിലെ ഫഗ്വാറിലാണ്. 2000 ജനുവരി 14 ഫോം ചെയ്തത്. മൂന്നാമത്തേത് കൃഷ്ണ ഭീമ സമൃദ്ധി ലോക്കൽ ഏരിയ ബാങ്ക്. 2001 ഫെബ്രുവരി 28 ഫോം ചെയ്തു. സുഭദ്ര ലോക്കൽ ഏരിയ ബാങ്ക് മഹാരാഷ്ട്രയിലെ കൊൽഹാപൂരിലാണ്. ഇതാണ് സ്മോളസ്റ്റ് ലോക്കൽ ഏരിയ ബാങ്ക് എന്ന് പറയുന്നത്. ഏറ്റവും ചെറിയ ലോക്കൽ ഏരിയ ബാങ്കാണ് സുഭദ്ര ലോക്കൽ ഏരിയ ബാങ്ക്. ഇത് മഹാരാഷ്ട്രയിലെ കോലാപൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് മെർജേഴ്സ് ആൻഡ് അക്വിസിഷൻ ഇൻ ബാങ്കിങ് സെക്ടർ. ഈ അടുത്ത കാലത്ത് 2 പ്രധാനപ്പെട്ട ബാങ്ക് ലയനങ്ങൾ നടന്നു. 2019 ഓഗസ്റ്റിലും 2020 ഏപ്രിലും. ഈ 2 ബാങ്ക് ലയനങ്ങളും പ്രഖ്യാപിച്ച ധനകാര്യമന്ത്രിയാണ് നിർമ്മല സീതാരാമൻ. 2019 ഓഗസ്റ്റിലെയും 2020 ഏപ്രിലെയും ബാങ്ക് ലയനങ്ങൾ പ്രഖ്യാപിച്ച ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ. നമുക്ക് നോക്കാം മെർജിങ് എങ്ങനെയാണെന്ന്. ഓറിയൻ്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സും യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യയും കൂടി പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിച്ചു. ഓറിയൻ്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സ് ആൻഡ് യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യ പഞ്ചാബ് നാഷണൽ ബാങ്കിലാണ് ലയിച്ചത്. സിൻഡിക്കേറ്റ് ബാങ്ക് കാനറ ബാങ്കിൽ മെർജ് ചെയ്തു. അലഹബാദ് ബാങ്ക് ഇന്ത്യൻ ബാങ്കിൽ മെർജ് ചെയ്തു. ആന്ധ്ര ബാങ്കും കോർപ്പറേഷൻ ബാങ്കും യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിലാണ് ലയിച്ചത്. ആന്ധ്ര ബാങ്കും കോർപ്പറേഷൻ ബാങ്കും യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ലയിച്ചു.
ഈ 4 ബാങ്ക് ലയനങ്ങളും നടന്നത് 2020 ഏപ്രിൽ 1-നാണ്. 2019 ഓഗസ്റ്റിൽ വിജയ ബാങ്കും ദേന ബാങ്കും ബാങ്ക് ഓഫ് ബറോഡയിൽ മെർജ് ചെയ്തു. വിജയ ബാങ്കും ദേന ബാങ്കും ബാങ്ക് ഓഫ് ബറോഡയിലാണ് മെർജ് ചെയ്തത്. ഏറ്റവും വലിയ 3ാമത്തെ പൊതുമേഖലാ ബാങ്കാണ് ബാങ്ക് ഓഫ് ബറോഡ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ 5 അസോസിയേറ്റ് ബാങ്കുകളുമായി മെർജ് ചെയ്തത് 2017 ഏപ്രിൽ 1-നാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക്. നിലവിൽ ഇന്ത്യയിൽ 12 പബ്ലിക് സെക്ടർ ബാങ്കുകളാണ് ഉള്ളത്. ഈ ബാങ്ക് ലയനത്തോടു കൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ 2ാമത്തെ പൊതുമേഖലാ ബാങ്കാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക്. 1ാമത്തെ നമുക്കറിയാം SBI ആണ്. 2ാമത്തെ വലുത് പഞ്ചാബ് നാഷണൽ ബാങ്ക്. 3ാമത്തേത് ബാങ്ക് ഓഫ് ബറോഡ. നിലവിൽ 12 പബ്ലിക് സെക്ടർ ബാങ്കുകളാണുള്ളത്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഹെഡ് ക്വാർട്ടേഴ്സും പഠിച്ചിരിക്കണം. 1ാമത്തേത് SBI, ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈ. പഞ്ചാബ് നാഷണൽ ബാങ്ക്, ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹി. ബാങ്ക് ഓഫ് ബറോഡ, ഹെഡ് ക്വാർട്ടേഴ്സ് വഡോദര. ബാങ്ക് ഓഫ് ഇന്ത്യ, ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈ. ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, പൂനെയാണ് ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്. കാനറ ബാങ്ക്, ബാംഗ്ലൂർ. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, മുംബൈ. ഇന്ത്യൻ ബാങ്ക്, ചെന്നൈ. ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, ചെന്നൈ. പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, ന്യൂഡൽഹി. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, മുംബൈ. യൂക്കോ ബാങ്ക്, കൊൽക്കത്ത. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞത് ന്യൂ ജനറേഷൻ ബാങ്ക്, ലോക്കൽ ഏരിയ ബാങ്ക്സ്, മെർജേഴ്സ് ഇൻ ബാങ്കിങ് സെക്ടർ, കൂടാതെ ഓൾഡ് ജനറേഷൻ ബാങ്കുകൾക്ക് എക്സാമ്പിൾസ്, പബ്ലിക് സെക്ടർ ബാങ്കുകളും അവയുടെ ഹെഡ് ക്വാർട്ടേഴ്സും, ഇതെല്ലാമാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റ് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്